ആവളത്തറയമേൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പഞ്ചലോക വിഗ്രഹ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നാളെ. ബ്രഹ്മശ്രീ കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ആവള കോരൻകുളങ്ങര പരദേവത ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും താലപ്പൊലിയേന്തിയ അമ്മമാരുടെയും അകമ്പടിയോടെ നടന്ന ഭക്തിനിർഭരമായ വിഗ്രഹ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് വിശേഷാൽ പൂജകൾ, ബിംബശുദ്ധി, കലശപൂജ, കലശാഭിഷേകം, സ്ഥലശുദ്ധി, പ്രായശ്ചിത്ത ഹോമം, വാസ്തുപുണ്യാഹം, സുദർശന ഹോമം തുടങ്ങിയവ നടന്നു. 29-ന് രാവിലെ 10-നാണ് പ്രാണപ്രതിഷ്ഠ. സാധാരണ ഒരു കരിങ്കല്ലിൻ്റെ വിഗ്രഹമായിരുന്നു ഇവിടെ ഉള്ളത്. ഇപ്പം അത് മാറി ഇനി പുതിയ പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹത്തിലേക്ക് ഭഗവാൻ അവതരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള 6 ദിവസത്തെ ക്രിയകളാണ്. വളരെ വിപുലമായിരിക്കുന്ന താന്ത്രിക ക്രിയകൾ നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ളത്. ആചാര്യഭരണം മുതൽ ഇന്ന് പ്രോക്ത ഹോമങ്ങൾ, മറ്റുള്ള പരിഹാരക്രിയകളൊക്കെ ചെയ്ത് നാളെ ബിംബശുദ്ധിയോടുകൂടി ജലാധിവാസത്തിലേക്ക് ഭഗവാനാവും. അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും നീങ്ങും. ഇവിടെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, എതിർച്ചയാണ് വന്നതെങ്കിൽ പോലും മാഘമാസത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട നവരാത്രി കാലത്തുള്ള ഒരു ദിവസമാണ് നമുക്ക് ഈ ഒരു പ്രതിഷ്ഠ വരാൻ സാധിച്ചത്. അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ എതിർച്ചയാ മുഹൂർത്തം വന്ന സമയത്ത് ഈ മാഘമാസത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് 29-ാം തീയതി ഏറ്റവും വിശേഷമാണെന്ന്. മാഘമാസത്തിൽ 29-ാം തീയതി ഏറ്റവും വിശേഷമാണ്. ആ വിശേഷമുള്ള ദിവസമാണ് നമ്മൾ അയ്യപ്പനെ പുനഃപ്രതിഷ്ഠയിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. മറ്റു ദിവസങ്ങളിൽ ക്ഷേത്രം മാതൃസമിതിയും പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കും. എല്ലാ ദിവസവും അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 14 വർഷമായിട്ട് അമ്പലമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അന്ന് ശിലാവിഗ്രഹമായിരുന്നു. ഇന്നിപ്പോൾ പഞ്ചലോക വിഗ്രഹമാണ്. ആ പഞ്ചലോക വിഗ്രഹമാണ് ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വളരെ നിലഞ്ഞാണ് അവിടുത്തെ അമ്പലത്തിൽ വിഗ്രഹ ഘോഷയാത്ര കൊണ്ടുവന്നു. അത് നടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് പ്രഭാഷണം നടക്കുന്നുണ്ട്, കലാപരിപാടികളുണ്ട്. നാളെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും പല പരിപാടികൾ നടക്കുകയാണ്. പല അന്നദാനം നടക്കുന്നുണ്ട്. അങ്ങനെ ഈ നാടിൻ്റെ ഉത്സവമായി, ഈ വലിയ കൂട്ടായ്മയായി നടക്കുകയായിരുന്നു. എല്ലാ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ഒരു നാടിൻ്റെ ഉത്സവമായി ഒരു വലിയ കൂട്ടായ്മയായിട്ടാണ് ഈ പരിപാടി പോകുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.